എല്ലാ കൂട്ടുകാർക്കും മിസ്റ്റർ പ്രിൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ ഗോഡ് വാലി ഇൻസിഡൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ വൺ പീസിലെ ഏറ്റവും വലിയൊരു ഇവൻ്റ് ആയിരുന്നു. ആ ഇവൻറ്റിൻ്റെ ഒരുപാട് ബോക്സുകളിൽ ഒരുപാട് പ്രൈസുകളിൽ നിന്നായിരുന്നു. അത് ചില ബോക്സിലെ പ്രൈസുകളൊന്നും ഇതുവരെ റിവീൽ ആയിട്ടില്ല. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ അത് അറിയാൻ താല്പര്യമുള്ളവർ വീഡിയോ മുഴുവനായിട്ട് കണ്ടാൽ മാത്രമേ അതൊക്കെ മനസ്സിലാക്കാൻ പറ്റൂ. അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായിട്ട് കാണുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ കൂട്ടുകാർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൻ ഓൾ നോട്ടിഫിക്കേഷൻ സെറ്റ് ചെയ്ത് നോക്കുക. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയ ചില വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കൃത്യമായിട്ട് എത്തിക്കുള്ളൂ. എന്ന് നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ ഗോഡ് വാലിയിൽ അതിൻ്റെ പ്രൈസായിട്ട് 6 ബോക്സാണ് ഉണ്ടായിരുന്നത്. 6 ബോക്സുകളിലും വളരെ പവർഫുൾ ആയിട്ടുള്ള ഡെവിൾ ഫ്രൂട്ട്സും ഉണ്ടായിരുന്നു. അതിൽ 2 ഡെവിൾ ഫ്രൂട്ട് ഏതാണെന്ന് റിവീൽ ആയിട്ടുണ്ട്. ആ ഡെവിൾ ഫ്രൂട്ട് ഏതാണെന്ന് നമുക്ക് അറിയാൻ ചെയ്യാം. ആ 2 ഡെവിൾ ഫ്രൂട്ടും വളരെ പവർഫുൾ ആയിട്ടുള്ള ഡെവിൾ ഫ്രൂട്ട് കൂടിയാണ്. ഒന്ന് നമ്മുടെ കൂമയുടെ പോപ്പ് ഫ്രൂട്ട്, ഒന്ന് നമ്മുടെ കായ്ഡോയുടെ ഫിഷ് ഫ്രൂട്ട്. നമുക്കറിയാം ഈ 2 ഡെവിൾ ഫ്രൂട്ടും വളരെ പവർഫുൾ ആയിട്ടുള്ള ഫ്രൂട്ടാണ്. നമ്മൾ കണ്ടിട്ടുണ്ട് കായ്ഡോ എന്തൊക്കെയാണ് തൻ്റെ ഫ്രൂട്ട് കൊണ്ട് ചെയ്തതെന്ന്. അതുപോലെ തന്നെ നമ്മുടെ കൂമയുടെ ഫ്രൂട്ടും വളരെ പവർഫുൾ തന്നെയാണ്. പിന്നെ ബാക്കിയുള്ളത് 4 ബോക്സ് കൂടിയാണ്. അതിൽ ഒരു ബോക്സിൽ ഡെവിൾ ഫ്രൂട്ട് ആയിരുന്നില്ല ഉണ്ടായിരുന്നത്, നമ്മുടെ ഷാങ്ക്സ് ആണ്. ആ ബോക്സ് എടുത്തത് നമ്മുടെ റോജർ പാരറ്റ് ആയിരുന്നു. അതിൽ നിന്ന് നമ്മുടെ ഷാങ്ക്സിനെയും കിട്ടി. പിന്നെ ബാക്കിയുള്ളത് 3 ബോക്സുകളാണ്. ഈ ബോക്സുകളിൽ ഏത് ഡെവിൾ ഫ്രൂട്ടാണുള്ളത് ഇതുവരെ റിവീൽ ചെയ്തിട്ടില്ല. ഇനി ചില തിയറീസിലൊക്കെ പറയുന്നത് വെച്ച് അതിൽ 3 ബോക്സുകളിൽ ഉണ്ടാകാൻ ചാൻസുള്ള ഡെവിൾ ഫ്രൂട്ട് ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് നമ്മുടെ മാർക്കോയുടെ ഡെവിൾ ഫ്രൂട്ടില്ല, ആ ഡെവിൾ ഫ്രൂട്ടാണ് നമ്മുടെ ഈ ബോക്സിൽ ഉണ്ടായതെന്നാണ് ഈ തിയറി പറയുന്നത്. അങ്ങനെ ആകാനും ചാൻസ് ഉണ്ട്. ഇതിലുള്ള ഡെവിൾ ഫ്രൂട്ടൊക്കെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഡെവിൾ ഫ്രൂട്ടാണ്. മാർക്കോയുടെ ഡെവിൾ ഫ്രൂട്ട് ആയിക്കോട്ടെ വളരെ യൂണിക് ആയിട്ടുള്ളതും അതുപോലെ തന്നെ പവർഫുൾ ആയിട്ടുള്ളതും ആയ ഒരു ഡെവിൾ ഫ്രൂട്ട് കൂടിയാണ്. അതുകൊണ്ട് ഒരുപക്ഷെ ഈ തിയറി സത്യമാകാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇത് പറയുന്നത് നമ്മുടെ ഒറോച്ചിയിലെ വാനോലെ ആ പുള്ളിക്കറിഞ്ഞ ഡെവിൾ ഫ്രൂട്ട് ഈ ബോക്സിലാണ് ഉണ്ടായിരുന്നത് എന്നാണ്. അതും സത്യമാകാൻ ചാൻസ് ഉണ്ട്. അതും ഒരു മിത്തിക്കൽ സാധനം ഡെവിൾ ഫ്രൂട്ടാണ്. അത് മാത്രമല്ല ആ ഡെവിൾ ഫ്രൂട്ട് യൂസർ ഏകദേശം 6 തവണ കൊല്ലാൻ പറ്റും. നമ്മൾ കണ്ടിട്ട് ഒറോച്ചിന് എത്ര തവണ കൊന്നിച്ചും ചാവാത്തൊരു ക്രീച്ചറായിരുന്നു ഒറോച്ചി. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ആ ഡെവിൾ ഫ്രൂട്ട് ഇതിലുണ്ടാക്കാൻ നല്ല ചാൻസ് ഉണ്ട്. ആ ഡെവിൾ ഫ്രൂട്ട് ഒറോച്ചിക്ക് കിട്ടിയതുകൊണ്ടാണ്. അല്ലാതെ വേറെ ഏതെങ്കിലും ക്യാരക്ടേഴ്സിനാണ് കിട്ടിയതെങ്കിൽ ആ ഡെവിൾ ഫ്രൂട്ട് എത്രമാത്രം പവർഫുൾ ആയിട്ട് അല്ലെങ്കിൽ എത്രമാത്രം നല്ല രീതിക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്ന് നമുക്ക് കണ്ട് തന്നെ അറിയാൻ പറ്റിയേനെ. പിന്നെ ഈ തിയറിയിൽ പറഞ്ഞിട്ടുള്ളത് 3ാമത്തെ ഡെവിൾ ഫ്രൂട്ട് മറ്റാരുടെയും ഡെവിൾ ഫ്രൂട്ട് അല്ല, നമ്മുടെ ഡ്രാഗൻ്റെ ഡെവിൾ ഫ്രൂട്ട്, ഒരു സ്റ്റോം ബേസ്ഡ് ആയിട്ടുള്ള ഡെവിൾ ഫ്രൂട്ടാണെന്നാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ആ ഡെവിൾ ഫ്രൂട്ട് ഇതുവരെ റിവീൽ ആയിട്ടില്ല. ഒരു പക്ഷേ അതൊരു ഗോഡ് ഫ്രൂട്ട് ആകാൻ വരെ ചാൻസ് ഉണ്ട്. അതുമാത്രമല്ല ഡ്രാഗൺ ഒരു ഡെവിൾ ഫ്രൂട്ട് യൂസർ ആണെന്ന് പോലും കൺഫേംഡ് അല്ല. എന്നിരുന്നാലും ഡ്രാഗൺ ഒരു ഡെവിൾ ഫ്രൂട്ട് യൂസർ ആണെങ്കിൽ ഡ്രാഗൻ്റെ ഫ്രൂട്ട് ഇതിൽ വരാൻ ചാൻസ് ഉണ്ട്. കാരണം ഡ്രാഗൺ വളരെ പവർഫുള്ളാണ്. അതുകൊണ്ട് തന്നെ ഡ്രാഗൺ ഒരു പവർഫുൾ ആയിട്ടുള്ള ഡെവിൾ ഫ്രൂട്ട് തന്നെ നമ്മുടെ ഓട കൊടുക്കുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. ഒരു പക്ഷേ അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ ഡ്രാഗൻ്റെ ഫ്രൂട്ട് തന്നെയായിരിക്കും ഇതിലുണ്ടാകാൻ ചാൻസ് കൂടുതൽ. ചില കൂട്ടുകാരൊക്കെ പറയുന്നുണ്ട് നമ്മുടെ ഗാർപ്പിൻ്റെ കൂടെ ഡ്രാഗനും ഗോഡ് വാലി ഉണ്ടായിരുന്നു എന്ന്. അങ്ങനെയാണെങ്കിൽ ഡ്രാഗനും നമ്മുടെ ഗോഡ് വാലിയിൽ തന്നെയായിരിക്കും തന്നെ ഫ്രൂട്ട് കൺസ്യൂം ചെയ്തത്. അപ്പോൾ ഈ തിയറി പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ്. ഈ 6 ഡെവിൾ ഫ്രൂട്ടിനെ കുറിച്ച് ഈ തിയറി പറയുന്നുണ്ട്. ഇതൊക്കെ സത്യമാകണമെന്ന് ഉറപ്പൊന്നുമില്ല. ഞാൻ ഈ തിയറി കണ്ട് നിങ്ങളെയൊക്കെ കൊണ്ടൊന്ന് എത്തിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ കാര്യത്തിനെക്കുറിച്ച് നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായം ഉണ്ടാവും. അപ്പോൾ അതെന്താണെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ ചെയ്ത് നോക്കുക. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കൃത്യമായിട്ട് എത്തുള്ളൂ. മറ്റൊരു ദിവസം മറ്റൊരു കാണുന്നവരെ ബൈ.